പാപവും ഭാരവും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് വിട്ടോടി നിങ്ങൾ വിജയം വരിക്കുക. യൗവനക്കാർ പറയും, ഇത് ആർക്കറിഞ്ഞൂടാത്ത, ഇത് കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇത്ര ഭാരപ്പെടുമോ? കള്ളുകുടിയുടെ അടിമയായിരിക്കുന്നവർ പറയും, ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷെ കഴിയുന്നില്ല. തെറ്റായി നടക്കുന്നവർ പറയും, ഞങ്ങൾക്കറിയാം പക്ഷെ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഉപദേശമല്ല വേണ്ടത്, ഞങ്ങൾക്കൊരു സഹായമാണ് വേണ്ടത്. അപ്പോൾ കർത്താവ് പറയുന്നത് മൊത്തം ഒന്ന് വായിച്ചേ. ഹെബ്രായർ 11 സാക്ഷികളുടെ വലിയൊരു സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് ഓടുക. നിങ്ങളിൽ വിശ്വാസം തുടങ്ങിയവനും അത് പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. യേശു കർത്താവ് നിങ്ങളെ സഹായിക്കും. ഹാബേൽ ജയിച്ചു, തന്നെ കൊന്ന സഹോദരന് വേണ്ടി നിലവിളിച്ചു. എവിടുന്ന് കിട്ടും ആ കൃപ? യേശുവിനുണ്ടത്. കുരിശിൽ കിടന്ന് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാൽ നിങ്ങളോട് കൂടെ നടക്കാൻ ഇതാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു നോഹ. ലോകത്തെ കുറ്റം വിധിച്ചു. ഇവിടെ ഒരു പെട്ടകമുണ്ട്, ദൈവസഭ. പെട്ടകത്തിലുള്ളവൻ രക്ഷപ്പെട്ടു, സഭയിലേക്ക് വരിക. സഭയിലുള്ളവൻ രക്ഷിക്കപ്പെടും, അവൻ്റെ രക്ഷ നഷ്ടമാകുകയില്ല. അബ്രഹാം വിശ്വാസത്താൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. കാരണം കേട്ട വചനം, അരുളപ്പാട്, എഴുതപ്പെട്ട വചനത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ട്, ധ്യാനിക്കുക. അരുളപ്പാട് കിട്ടും. അത് നിങ്ങളെ കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഭാരം, പാപം തോൽക്കും, നിങ്ങൾ ജയിക്കും. ജയാളിയായ യേശു കർത്താവ് നിങ്ങളെ ജയിപ്പിക്കും.